നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 20 ലോക ഓറൽ ഹെൽത്ത് ദിനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പല്ല് നഷ്ടപ്പെട്ടാൽ പ്രതിവിധി എന്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൃത്രിമ പല്ലുകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. നമുക്കൊപ്പം ചേരുന്നത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസിലെ പ്രോസ്തോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധന്യ പി നമ്പൂതിരിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഇന്ന് ലോക ഓറൽ ഹെൽത്ത് ദിനമാണല്ലോ, എന്താണ് ഈ വർഷത്തെ സന്ദേശം? മാർച്ച് 20 എന്ന് പറയുന്നത് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 ഈ ഓറൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് എ ഹാപ്പി മൗത്ത് ഈസ് എ ഹാപ്പി ബോഡി എന്നതാണ്. അതായത് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജനറൽ ഹെൽത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പല സിസ്റ്റമിക് കണ്ടീഷൻസിന്റെ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് ഓറലി വിസിബിൾ ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇത്തവണത്തെ തീമിന്റെ മെയിൻ ഓറൽ ഹെൽത്ത് ഡേയുടെ തീമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് റെഗുലർലി ഡെന്റൽ ചെക്കപ്പ് ഒക്കെ ചെയ്യാം. ഹെൽത്ത് കണ്ടീഷൻസ്, ഓറൽ ഹെൽത്തിന്റെ കണ്ടീഷൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റൽ ചെക്കപ്പ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ പരിഹരിച്ച് അതിനെ അടച്ചു വെക്കാനായിട്ടൊക്കെ പറ്റും. അപ്പൊ റെഗുലർലി ഡെന്റൽ ചെക്കപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പോലത്തെ ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്ക് ഈ ദന്തവദനാരോഗ്യം, പല്ലിന്റെയും വായുടെയും ഒക്കെ ആരോഗ്യം എങ്ങനെ കൂടുതൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും? നമുക്ക് റെഗുലർലി ചെയ്യുന്നത് പോലെ 2 നേരവും നമുക്ക് പല്ല് തേക്കാം. നമുക്ക് പല്ലിന്റെ ഇടയിലുള്ള ഭാഗം ഫ്ലോസ് ഉപയോഗിച്ച് വൃത്തിയാക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ദന്തത്തിന്റെ ആരോഗ്യം നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ നമുക്കൊരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനെ ഇപ്പൊ മുമ്പിലത്തെ പല്ലല്ലോ, കാണുമ്പോൾ ചിരിക്കുമ്പോൾ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പുറകിലുള്ള ഒരു പല്ല് നമ്മൾ വെക്കാതിരുന്നാൽ സ്വാഭാവികമായും അടുത്തുള്ള 2 പല്ലുകൾ ആ വിടവിലേക്ക് വരാൻ സാധ്യതയുണ്ട്, വിടവിലേക്ക് ചരിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനിടയിലുള്ള ഭാഗത്ത് ആഹാരം കയറിയിരിക്കാനും കാൽക്കുലസ് പോലത്തെ ഡെപ്പോസിറ്റ്സ് അവിടെ വന്ന് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ മോണരോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ പല്ല് റീപ്ലേസ് ചെയ്തിട്ട് പല ഓപ്ഷൻസിൽ നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഊരി മാറ്റുന്ന തരത്തിലോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് 2 പല്ലിന്റെ സപ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ ചികിത്സാ രീതിയോ വെച്ച് നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും, ആർട്ടിഫിഷ്യലി തന്നെ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ദന്താരോഗ്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് അതിനെ മെച്ചപ്പെട്ട രീതിയിലാക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പൊ പല്ല് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏതൊക്കെ സാഹചര്യത്തിലാണ് പല്ല് മാറ്റിവെക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കൃത്രിമ പല്ലുകൾ വെക്കേണ്ടി വരുന്നത് എപ്പോഴെല്ലാമാണ്? നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു പല്ല് നഷ്ടപ്പെട്ടു, നമ്മള് മാക്സിമം ഇപ്പോഴത്തെ ഒരു നൂതനമായ പല ചികിത്സാ രീതികളും ഉള്ളതിനാൽ നമ്മള് ഏറ്റവും നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ പല്ല് എടുത്തു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേര് ചികിത്സ അല്ല റൂട്ട് കനാൽ ചികിത്സ എല്ലാം ചെയ്ത് അതിനെ നമ്മൾ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം അതും പറ്റാത്തൊരവസ്ഥയിലാണ്, അല്ലെ മോണരോഗം വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പല്ല് എടുത്തു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. പല്ല് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് തൊട്ടടുത്തുള്ള പല്ലുകൾ ആ വിടവിലേക്ക് ചരിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ആഹാരവും അല്ലെങ്കിൽ കാൽക്കുലസ് പോലത്തെ ഡെപ്പോസിറ്റ്സും അവിടെ വന്ന് മോണ രോഗം വരാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പുറകിലത്തെ പല്ലാണെങ്കിലും നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് വെക്കണം. മുമ്പിലത്തെ പല്ലാവുമ്പോഴത്തേക്ക് നമുക്ക് ചിരിക്കുന്ന സമയത്തായാലും നമുക്ക് അതവിടെ ഒരു വിടവായിട്ട് വരും. അങ്ങനെയുള്ള അവസരങ്ങളിലും നമ്മൾ പല്ലിനെ റീപ്ലേസ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആഹാരം കഴിക്കാനായാലും, നമുക്ക് ആഹാരം എന്ന് പറയുന്നത് വെറുതെ ഇറക്കാനല്ലല്ലോ, ചവച്ചിറക്കിയാൽ മാത്രമേ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറകിലുള്ള പല്ലുകളും മുമ്പിൽ ചിരിക്കുന്ന സമയത്ത് നമുക്ക് പല്ലുകൾ ആവശ്യമുണ്ട്. ആ ഭാഗത്തെ ഏത് പല്ലുകൾ പോയാലും നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് വെക്കണം. ആർട്ടിഫിഷ്യലി തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. കുന്നംകുളത്ത് നിന്നും ധനഞ്ജയനാണ്. ധനഞ്ജയൻ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ ധനഞ്ജയൻ കേൾക്കുന്നുണ്ട്, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാൻ കുന്നംകുളം സ്വദേശിയാണ്. എന്റെ പേര് ധനഞ്ജയൻ എന്നാണ് മേഡം. പറഞ്ഞോളൂ സാർ.
ആ എനിക്ക് എന്റെ പല്ലിന് പണ്ട് റൂട്ട് കനാലൊക്കെ ചെയ്തതാണ്. ശരി. ഇപ്പോ അടുത്ത് ഒരു പല്ല് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ കൊഴിഞ്ഞു പോയി. ആ പല്ല് ഇപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒരു സ്പേസ് ഉണ്ട്. റൂട്ട് കനാൽ ചെയ്ത പല്ലാണോ പോയത്? ആ റൂട്ട് കനാൽ ചെയ്ത പല്ലാണ് പോയത്. പക്ഷെ എനിക്ക് അത് ആ ഒരു പല്ല് മാത്രമാണ് കൊഴിഞ്ഞു പോയത്. കുറച്ചു കാലമായിട്ട് അതിങ്ങനെ ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാത്രം കൊഴിഞ്ഞു പോയി. റൂട്ട് കനാൽ ചെയ്ത പല്ലാണോ പോയത് അതോ വേറെ പല്ലാണോ? അത് ചെയ്ത പല്ലാണ് പോയത് മേഡം. ക്ലിയർ ആയില്ലായിരുന്നു. റൂട്ട് കനാൽ ചെയ്ത പല്ലാണ് നഷ്ടപ്പെട്ടതെന്നാണ് പറഞ്ഞത്. ആ റൂട്ട് കനാൽ ചെയ്ത പല്ലാണ് കൊഴിഞ്ഞു പോയത്. ശരി. അത് റീപ്ലേസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഇപ്പോ ഉള്ള ഒരു പല്ലിൽ ഒരു ചെറിയ കാവിറ്റി മാതിരി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പല്ലിൽ പൊളിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ പറഞ്ഞോളൂ സർ. ഹലോ, കേൾക്കുന്നുണ്ടോ മേഡം? ചെറിയ ഒരു കേട് വന്നിട്ടുള്ള പല്ലുകൾക്ക് നമുക്ക് അതിനെ എത്രയും പെട്ടെന്ന് തന്നെ അത് റെസ്റ്റോർ ചെയ്യാൻ, അല്ലെ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ കൂടുതലായിട്ടുള്ള കേട് വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ പല്ല് അത് ഇളകിപ്പോയ പല്ലുകൾക്ക് പകരമായിട്ട് നമുക്ക് ഒന്നുകിൽ ഊരി മാറ്റുന്ന തരത്തിലുള്ള പല്ലോ അല്ലെ ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ലോ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അടുത്ത പല്ലുകൾ അങ്ങോട്ട് ചരിയാനുള്ള സാധ്യതയുണ്ടാവും. ഇപ്പൊ പൊഴിഞ്ഞു പോയതാണെങ്കിൽ പോലും അവിടെ നമ്മളൊരു പല്ല് റീപ്ലേസ് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പല്ലുകൾ കൂടെ അത് നിരതെറ്റാനുള്ള സാധ്യതയുണ്ടാവും. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ പല്ല് മാറ്റിവെക്കുന്നതിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പല്ല് മാറ്റിവെക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ കൃത്രിമ പല്ല് വെക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് പല രീതിയിലാണ് നമ്മൾ പല്ല് വെക്കുന്നത്. പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഊരി മാറ്റുന്ന തരത്തിലുള്ള പല്ല് വെക്കാം, നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ലുകൾ വെക്കാം, അതുപോലെ ഇംപ്ലാന്റ്സ് എന്നുള്ള പല്ലുകൾ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ ഊരി മാറ്റുമ്പോൾ ഓരോന്നും നമുക്ക് ഏതൊക്കെ അവസ്ഥകളിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഓരോന്നും നമുക്ക് ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഊരി മാറ്റുന്ന സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കമ്പി കൊടുത്തിട്ട് നമുക്കൊരു മോണയുടെ കളറിലുള്ള ഒരു പ്ലേറ്റിൽ നമുക്ക് പല്ലുകൾ റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. അത് കുറച്ച് പല്ലായിട്ടും നമുക്ക് മുഴുവൻ പല്ലായിട്ടും നമുക്ക് അങ്ങനെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് വെക്കാവുന്നത് അപ്പുറത്തേയും തൊട്ടടുത്തുള്ള പല്ലുകളുടെ സപ്പോർട്ട് എടുത്തിട്ട് വെക്കുക എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന 2 പല്ലുകളെ നമ്മൾ സൈസ് കുറച്ചിട്ട് ഒരളവെടുത്തതിന് ശേഷം നമ്മൾ അതിലുമായിട്ട് ചേർന്നിട്ടായിരിക്കും നമ്മളുടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു പല്ല് സെറ്റ് രീതി നമ്മൾ വെക്കുന്നത്. 2 പല്ലിന്റെ സപ്പോർട്ട് എടുത്തിട്ട് നമ്മൾ ബ്രിഡ്ജ് എന്നുള്ള രീതിയിൽ നമ്മൾ വെക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ്സ് എന്നുള്ളത് എല്ലിനകത്തോട്ട് സ്ക്രൂ ചെയ്തിട്ട് ഇടുകയാണ്. അപ്പൊ ബാക്കിയെല്ലാം നമ്മളൊരു പല്ല് എടുത്തതിന് ശേഷം നമുക്ക് ഈ മുറിവ് ഉണങ്ങാനുള്ള ഒരു സമയത്തിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞത് എല്ലാം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഊരി മാറ്റുന്ന സെറ്റ് ആണെങ്കിൽ ഒരു 3 ആഴ്ച മുതൽ നമുക്ക് ആ മുറിവൊന്ന് ഉണങ്ങാൻ, മോണ നമുക്കൊന്ന് ഉണങ്ങിയാൽ മാത്രമേ നമുക്കൊരു ഊരി മാറ്റുന്ന സെറ്റ് ആയാലും ഫിക്സ്ഡ് ആയാലും ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഊരി മാറ്റുന്ന സെറ്റോ അല്ലെ അപ്പുറത്തെ പല്ലുകളുടെ സപ്പോർട്ടുള്ള ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ലോ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2 രീതിയിൽ വെക്കാം. ഒന്ന് ഇമ്മീഡിയറ്റ് പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വെക്കാം. അതായത് നമ്മൾ പല്ല് റിമൂവ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇംപ്ലാന്റ് വെക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല്ല് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്കൊരു 3 മുതൽ 6 മാസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ചികിത്സാ രീതി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പല്ല് എടുത്ത ഭാഗത്ത് എല്ല് വന്ന് ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ അതിലോട്ട് സ്ക്രൂ ചെയ്ത് ഇംപ്ലാന്റ് വെക്കാൻ പറ്റുള്ളൂ. ആ ഒരു സമയം നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് പറ്റൂ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കൃത്രിമ പല്ലുകളുടെ ഒരു ലൈഫ് സ്പാൻ എത്രത്തോളമായിരിക്കും? അല്ലെങ്കിൽ ഇത് വീണ്ടും കൊഴിഞ്ഞു പോകുമോ എന്നൊരു സംശയമൊക്കെ ഇത് വെക്കുന്ന ആൾക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൃത്രിമ പല്ലുകൾ വെക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് പല തരത്തിൽ നമുക്ക് വെക്കാൻ പറ്റും. ഊരി മാറ്റുന്ന ഒരു സെറ്റ് ആണെങ്കിൽ അതിനൊരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അതൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. താഴെ വീണ അത് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനത്തിന് നമുക്കൊരു ലൈഫ് സ്പാൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മോണ ചുരുങ്ങുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പല്ലിന്റെ സപ്പോർട്ട് എടുത്ത് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്.
പക്ഷേ ചിലപ്പോൾ മോണ ഇറങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡറി കേരീസ് അല്ലെങ്കിൽ പുളിപ്പ് വരാനുള്ള ചാൻസ്, മോണ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ വേരിന്റെ ഭാഗം കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിപ്പ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. പക്ഷെ നമ്മൾ പല്ലിന്റെ മുകളിൽ വെക്കുന്നതായതുകൊണ്ട് ആ പല്ലിന് കേടോ ബുദ്ധിമുട്ടോ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. ഇംപ്ലാന്റ് ആയാലും അതുപോലെ തന്നെയാണ്. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബോഡിയാണ്, നമ്മളൊരു മെറ്റാലിക് കണ്ടന്റ് ഉള്ള ഒരു സ്ക്രൂ ടൈപ്പ് ആണ്. ഇത് നമ്മൾ എല്ലിലോട്ട് വെച്ചതിന് ശേഷം ഇത് എല്ലുമായിട്ട് പിടിക്കാനുള്ള ഒരു സമയം കൊടുത്തിട്ടാണ്, ഒരു 3 മുതൽ 6 മാസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ മുകളിലോട്ട് നമ്മൾ ക്യാപ്പ് വെക്കുന്നത്. അപ്പം ക്യാപ്പ് വെക്കുന്ന സമയത്ത് ഈ ഇംപ്ലാന്റ് എല്ലുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ ഫെയിലിയർ റേറ്റ്സോ ഒന്നും അങ്ങനെ വരാറില്ല. പിന്നെ നമ്മുടെ കടിയുടെ ബലം ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഒരു എക്സ്പെക്ടൻസി നമുക്ക് പറയാൻ പറ്റുന്നത്. ഓരോ ആൾക്കാരനുസരിച്ചും നമ്മൾ കടിയുടെ വ്യത്യാസം ഉണ്ടാവും, കടിക്കുന്ന പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ഒരു പ്രോസസ്സിന്റെ എക്സ്പെക്ടൻസി നമുക്ക് പറയാൻ പറ്റുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കൃത്രിമ പല്ല് വെച്ചിട്ടുള്ള ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം? ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വായയും പല്ലും വൃത്തിയാക്കുന്നതിനെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഊരിമാറ്റുന്ന സെറ്റിനെ പറ്റി ആദ്യം ഒന്ന് സംസാരിക്കാം. ഊരിമാറ്റുന്ന സെറ്റ് തന്നെ നമുക്ക് 2 തരത്തിലുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ഫുള്ള് സെറ്റായിട്ട് വെക്കുന്നതുകൊണ്ട്, കുറച്ച് പല്ലുകൾ മാത്രം റീപ്ലേസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട്. അപ്പൊ അതാണെങ്കിൽ അത് പേര് പോലെ തന്നെ അത് ഊരി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. റിമൂവബിൾ പ്രോസസ്സസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അത് പേഷ്യന്റിന് തന്നെ ഊരി മാറ്റി വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഇത് വെള്ളത്തിലിടണം എന്ന് പറയുന്നതിന്റെ കാര്യം, ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണ്. വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇത് ചുരുങ്ങി പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് തിരിച്ചു വെക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇത് രാത്രി മാത്രം വെക്കണ്ട എന്നുള്ളതാണ്. പകൽ സമയങ്ങളിൽ വെക്കുക, രാത്രി ഊരി ഇത് വെള്ളത്തിലിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇത് മോണയിൽ നമുക്ക് കൂടുതൽ പിടിച്ചിരിക്കുന്ന തരത്തിലുള്ളതായതുകൊണ്ട് മോണയ്ക്കൊരു അയവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് രാത്രി സമയങ്ങളിൽ നമ്മൾ വെക്കണ്ട എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ ആഹാരം കഴിക്കുന്നതായാലും ഇപ്പം നമ്മൾ ഫുള്ള് സെറ്റായിട്ട് വെക്കുമ്പോൾ നമ്മുടെ അണ്ണാക്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുറച്ച് നാളുകള് സംസാരിക്കാനായാലും ആഹാരം കഴിക്കുമ്പോഴും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് ശീലമാവുന്നതനുസരിച്ച് നമുക്ക് അതിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ വെച്ച ഉടനെ തന്നെ വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് ഡെന്റിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. അല്ല നമുക്ക് സംസാരിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട്, കാരണം നമ്മുടെ അണ്ണാക്കിലാണ് ഒരു പ്ലേറ്റ് ആണ് വരുന്നത്. മുകളിലത്തേന് അണ്ണാക്കിൽ ഒരു പ്ലേറ്റും താഴത്തേതിന് നാക്കിന്റെ സൈഡിലായിട്ടും ആണ് ഓരോ പ്ലേറ്റ് വരുന്നത്. അത് തട്ടുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും സംസാരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ച് ഉറക്കെ സംസാരിക്കുക, കുറച്ച് ദിവസം നല്ല രീതിയിൽ സംസാരിക്കുക. ആഹാരം കഴിക്കുന്നത് കട്ടി കുറഞ്ഞ ആഹാരങ്ങൾ ആദ്യം കഴിച്ചതിന് ശേഷം കട്ടി കൂടിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പ്രത്യേകമായി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയതായിട്ടൊരു സാധനം വായിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഉമിനീര് കുറച്ച് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടാവും. അപ്പൊ അത് ഓരോ തവണ നമ്മൾ തുപ്പുമ്പോഴത്തേക്കും അത് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് വരാനും താഴത്തെ സെറ്റ് കുറച്ച് കൂടുതലായിട്ട് ലൂസ് ആവുന്നതായിട്ട് നമുക്ക് തോന്നാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ഉമിനീര് സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതലായിട്ട് വരും. നമ്മുടെ വായിൽ ഒത്തിരി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. പുതിയതായിട്ടൊരു ഫോറിൻ ആയിട്ടുള്ള ഒരു സാധനം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉമിനീര് കൂടുതലായിട്ട് വരുന്നതാണ്. അത് ഓരോ തവണയും പേഷ്യന്റ് തുപ്പാൻ നിൽക്കാതെ അതങ്ങ് ഇറക്കിയാൽ മതി. അതനുസരിച്ച് നമുക്ക് പിന്നെ അതുമായിട്ട് യൂസ്ഡ് ആയിട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. ഇത്രയുമാണ് നമ്മുടെ ഊരി മാറ്റുന്ന സെറ്റിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ നമ്മളത് പല്ലുമായിട്ട് ചേർന്നാണ് വെച്ചിരിക്കുന്നത്. പല്ലിലേക്കാണ് നമ്മളിത് പിടിപ്പിച്ചു വെക്കുന്നത്. അപ്പൊ ഈ പല്ലുകളിൽ വീണ്ടും ഒരു കേട് വരാനോ മോണ ഇറങ്ങാതിരിക്കാനോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല്ലിന്റെ വിടവുകൾ വരുന്നതിൽ നമ്മൾ ഫ്ലോസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, മോണ നല്ലപോലെ മസാജ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കൃത്രിമമായി വെക്കുന്ന പല്ലുകളെ നമുക്ക് മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഡോക്ടർ, നമ്മളിപ്പോൾ പല്ല് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ്? ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊസീജിയർ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ചെന്ന് കണ്ടു ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത്? അതെ, തീർച്ചയായും. നമ്മള് ഊരി മാറ്റുന്ന സെറ്റ് ആയാലും ഫിക്സ്ഡ് ആയിട്ടുള്ളതായാലും ഇംപ്ലാന്റ് ആയാലും നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയം വേണം. ഊരി മാറ്റുന്ന ഒരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ തവണ ഒരു അളവെടുക്കും. അതിനുശേഷം ഊരി മാറ്റുന്ന ഫുള്ള് സെറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ആദ്യം ഒരു അളവെടുക്കും. നമ്മൾ 2 തരത്തിലുള്ള അളവുകളാണ് എടുക്കുന്നത്. അതിനുശേഷം പേഷ്യന്റിന്റെ കടി നോക്കും. മെഴുകിൽ വെച്ച് പേഷ്യന്റിനെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ പേഷ്യന്റിന് സാധനം കൊടുക്കുന്നത്.
അതിലൊരു 5 തവണ ഒരു അപ്പോയിന്റ്മെന്റ് ഒരു പേഷ്യന്റിന് നമുക്കൊരു 5 അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫുള്ള് സെറ്റ് ആയിട്ടുള്ള പല്ല് നമുക്ക് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ പല്ലിന്റെ സപ്പോർട്ട് ഉള്ളത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിലുള്ള പല്ലുകളെ നമ്മളൊരു എക്സ്റേ എടുത്ത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആ പല്ലുകളുടെ ബലം നമ്മൾ നോക്കിയതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അതിന് എല്ലിന്റെ സപ്പോർട്ട് കുറവോ അങ്ങനെ എന്തെങ്കിലും കേട് ചെറുതായിട്ടുണ്ടെങ്കിലോ നമ്മൾ അതിന് ചിലപ്പം റൂട്ട് കനാൽ ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിന്റെ സപ്പോർട്ട് എടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് റൂട്ട് കനാൽ എന്നുള്ള ഒരു പ്രൊസീജിയർ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല്ലിന്റെ സൈസ് കുറച്ച് അളവെടുക്കുകയാണ്. അളവെടുത്ത് നമ്മൾ പുറത്ത് ലാബിൽ കൊടുത്തിട്ട്, ഇപ്പം ലാബിൽ ക്ലിനിക്കിൽ വെച്ചിട്ടല്ല, നമ്മൾ ലാബിൽ വെച്ചിട്ടാണ് ഈ ക്രൗൺ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് റൂട്ട് കനാൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 2 അപ്പോയിന്റ്മെന്റ് എങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനുശേഷം ഇപ്പം ഇംപ്ലാന്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഡയറക്ട്ലി ചെയ്യുകയല്ല, നമ്മൾ ഒരു CBCT എടുത്ത് നമ്മളത് എല്ലിലോട്ട് സ്ക്രൂ ചെയ്തിട്ടാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു CBCT എടുത്തതിന് ശേഷം എല്ലിന്റെ ബലം എല്ലാം നോക്കി, എല്ലാം എത്രമാത്രം ഉണ്ട്, അതിന്റെ നീളം എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മളൊരു ഇംപ്ലാന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ ഈ CBCT ഇവാലുവേഷൻ വെച്ചിട്ട് നമ്മൾ ഇംപ്ലാന്റിന്റെ ലെങ്ത്തും എല്ലാം അസസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് ഒരു 3 മുതൽ 6 മാസം വരെ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഇംപ്ലാന്റ് നമ്മുടെ എല്ലുമായിട്ട് ചേരാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. അതിനുശേഷമായിരിക്കും നമ്മൾ പ്രോസ്തെറ്റിക് ആയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ നമുക്ക് ക്യാപ്പ് വെക്കാൻ പറ്റുള്ളൂ. ആ സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു ടെമ്പററി ആയിട്ട് നമുക്കൊരു ഊരി മാറ്റുന്ന സെറ്റ് വേണമെങ്കിൽ നമുക്ക് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റും. ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദീർഘമായ പ്രൊസീജിയർ ആണ്. കാരണം നമ്മൾ ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം മുതൽ 6 മാസം വരെ, താഴത്തെ എല്ലിലാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം, മുകളിലത്തേതിലാണെങ്കിൽ 3 മുതൽ 6 മാസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ ക്യാപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് ശേഷമാണ് ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അളവെടുത്ത് നമ്മൾ ട്രയൽ നോക്കി ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ബാക്കി 2 പ്രൊസീജിയേഴ്സും നമുക്ക് അത്ര സമയമൊന്നും എടുക്കത്തില്ല. ഇൻ ബിറ്റ്വീൻ ഇത്ര അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പത്തിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഡോക്ടർ, ഇപ്പൊ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. പള്ളൂരുത്തിൽ നിന്നും പ്രദീപാണ്. പ്രദീപ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ മാഡം, ഒരു സംശയം ചോദിക്കണേ കേട്ടാ. സൗണ്ട് വെക്കണ കുഴപ്പമുണ്ടാ? ഇല്ല, ചോദിച്ചോളൂ. ഹലോ മാഡം, ഈ 4 പല്ല് പേർക്കിട്ട് കെട്ടിടുന്നുണ്ട്, കേക്കണ്ട മാഡം? പല്ല് പൊങ്ങി വന്നിട്ട് ഇത് 1 കൊല്ലം 2 കൊല്ലം 1 കൊല്ലം ഗ്യാരണ്ടി പറയണത്, ഇത് കമ്പി ഇടണത്. ഇത് ഊരി കഴിഞ്ഞാൽ എത്ര കൊല്ലം വരെ ഇത് ടൈറ്റായിട്ട് നിൽക്കും പല്ലങ്ങനെ? നല്ല കറക്റ്റ് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ചോദിക്കണത്. മാഡം പറഞ്ഞ എനിക്കൊരു നല്ല സംശയമാണ് പറഞ്ഞത്. ഹലോ, ചോദ്യം കൂടെ ക്ലിയർ ആവുന്നില്ല. ഡോക്ടർ, പ്രേക്ഷകൻ ചോദിച്ചത് പല്ലിന് സൈഡിൽ കമ്പി ഇടുന്നതിനെ കുറിച്ചാണ്. അപ്പുറം ഇപ്പുറം 2 പല്ല് താഴത്തും പറിച്ച് ഫിക്സഡ് കമ്പി ഇടും. ശരി. ഇത് കഴിഞ്ഞിട്ട് ഈ പല്ലിന്റെ കമ്പി ഊരി കഴിയുമ്പോൾ എത്ര കൊല്ലം വരെ ഇത് ടൈറ്റായിട്ട് നിൽക്കും പല്ലടഞ്ഞ്? നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കമ്പി ഇട്ടതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കത് പറയാൻ പറ്റുക സാർ. അപ്പൊ നമുക്ക് പല്ല് ഉള്ളിലോട്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 പല്ല് എടുത്തിട്ട് നമ്മൾ അതിനെ കമ്പിയിട്ട് ഉള്ളിലോട്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ റീപ്ലേസ് ചെയ്യുവല്ല, നമ്മൾ കമ്പിയിട്ട് ഈ പല്ലിനെ ഉള്ളിലോട്ടാക്കുകയാണ്. ചില സമയത്ത് നമ്മൾ കുറച്ച് നാള് നമ്മുടെ പല്ലിലോട്ട് ഒരു ചെറിയ കമ്പി അകത്ത് നമ്മൾ അതിനെ ഫിക്സ് ആക്കി വെക്കാനായിട്ടും യൂസ് ചെയ്യും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഭാഗത്ത് ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട്, ഈ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒരു റീറ്റെയിനർ എന്ന് പറഞ്ഞൊരു സാധനം എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. പല്ലിന്റെ ഉൾവശത്ത് നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒറ്റക്കമ്പി ഇടുക, അല്ലെങ്കിൽ നമുക്കൊരു റീറ്റെയിനർ പോലെ സാധനങ്ങൾ നമ്മൾ വായിൽ വെച്ച് കുറച്ച് നാൾ വെച്ചാൽ മാത്രമേ ഈ പറഞ്ഞ കമ്പി ഇട്ട് ശരിയാക്കിയ പല്ല് അതേ നിരയിൽ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കൂ. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളിലൊക്കെ പല്ല് നഷ്ടപ്പെടുന്നത് വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നല്ലോ, കളിക്കുമ്പോഴായാലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച്. അപ്പം കുട്ടികളിൽ പല്ല് മാറ്റിവെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വേണ്ടി വരുന്ന അവസരങ്ങൾ എപ്പോഴൊക്കെയാണ്? കുട്ടികൾക്ക് നമുക്ക് പാൽപ്പല്ലുകൾ ഉണ്ടാവും.
പക്ഷെ ഒരു 6 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ വരുന്നത്. ഈ പാൽപ്പല്ലുകൾ നമ്മൾ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്ത് ഒരു സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വെച്ചു കൊടുക്കേണ്ടതായിട്ട് വരും കുട്ടികൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ താഴെയുള്ള പല്ലുകൾ കിളിച്ചു വരാൻ താമസം വരികയും അതിന് സൈഡിലുള്ള പല്ലുകൾ അങ്ങോട്ട് ചരിയാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഏത് പല്ലാണോ പോകുന്നത് അതനുസരിച്ച് നമ്മളൊരു സ്പേസ് മെയിൻറ്റെയിനർ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നൂതന ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് മാക്സിമം വേര് ചികിത്സ പോലെ അപെക്സിഫിക്കേഷൻ പോലത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കുട്ടികളിൽ ചെയ്തിട്ട് റൂട്ട് കനാലിൽ ചെയ്തിട്ട് നമ്മൾ ആ പല്ലിനെ പ്രിസർവ് ചെയ്യാനായിട്ടാണ് മാക്സിമം ശ്രമിക്കുന്നത്. അത് പറ്റാത്ത അവസരങ്ങളിൽ മാത്രമാണ് ഈ കുട്ടികളുടെ ആയാലും നമ്മൾ പല്ലുകൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പേസ് മെയിൻറ്റെയിനർ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്രൗൺ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ അല്ലെ ഒരു കുട്ടികളാണെങ്കിൽ പോലും നമുക്കൊരു 14-15 വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാ പല്ലുകളും നമുക്ക് വരത്തുള്ളൂ. അതിനുശേഷമേ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു പല്ല് സെറ്റ് നമുക്ക് പേഷ്യന്റ് സെറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പേഷ്യന്റിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. 15 അല്ലെങ്കിൽ ഒരു 16 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേഷ്യന്റിന്റെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പറ്റുള്ളൂ. അതുവരെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നമുക്ക് പേഷ്യൻസിൽ കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളായതുകൊണ്ട് അവരുടെ ബോൺ ഗ്രോത്ത് നടക്കുന്നതായതുകൊണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂ. ശരി ഡോക്ടർ. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോക ഓറൽ ഹെൽത്ത് ദിനമായിട്ടുള്ള ഇന്ന് നമ്മൾ കൃത്രിമ പല്ലുകൾ വെക്കുന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് തിരുവല്ല പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസിലെ പ്രോസ്തോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധന്യ പി നമ്പൂതിരിയാണ്. ഡോക്ടർ നന്ദി. മറ്റൊരു വിഷയവുമായി ഹലോ ഡോക്ടറിൽ വീണ്ടും കാണും വരെ നമസ്കാരം.